ഹായ് ഓൾ, വെൽക്കം ടു ഇംപ്രിൻസ് അക്കാഡമി. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൽ ഒരു പുതിയ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ റീസെൻ്റ്ലി നടന്ന എക്സാംസിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ആൻറ്റി സൈക്കോട്ടിക്സിൻ്റെ സൈഡ് ഇഫക്ട്സ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. A patient was on a regular dose of haloperidol. The nurse noticed that he started developing side effects in the form of a stooped posture with a shuffling gait and pill-rolling movement of his hands. Which of the following is the most likely side effect? Options: akathisia, acute dystonia, tardive dyskinesia, and pseudo-Parkinsonism. Okay. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പേഷ്യന്റ് ഹാലോപെരിഡോൾ ഡ്രഗ് എടുക്കുന്നതാണ്. ഹാലോപെരിഡോൾ എന്ത് ഡ്രഗ് ആണ്? ഹാലോപെരിഡോൾ ഈസ് എൻ ആന്റി സൈക്കോട്ടിക് അല്ലെ. ഇനി ആന്റി സൈക്കോട്ടിക്കിന്റെ സൈഡ് ഇഫക്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചില സയൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേഷ്യന്റിന് സ്റ്റൂപ്ഡ് പോസ്ചർ ഉണ്ട്, ഷഫ്ലിംഗ് ഗേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇതിന്റെ ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനു മുമ്പ് ആൻസറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ആന്റി സൈക്കോട്ടിക്സിനെ പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആന്റി സൈക്കോട്ടിക്സ് ആക്ച്വലി ചെയ്യുന്നത് ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഡോപ്പമിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നു, അതാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്കിന് ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക് എന്നൂടെ പറയും. എറ്റിപ്പിക്കൽ ആണെങ്കിൽ അത് സെക്കൻഡ് ജനറേഷൻ ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസും നമ്മളത് നോട്ട് ചെയ്യണം. ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ഹാലോപെരിഡോൾ. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത് ഹാലോപെരിഡോൾ ആണ്. അത് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് ആണ്. എറ്റിപ്പിക്കലിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എറ്റിപ്പിക്കലിൽ വരുന്നതാണ് ലോസാപ്പിൻ, റിസ്പെരിഡോൺ, ഒലാൻസാപ്പിൻ, ക്വിറ്റിപ്പിൻ, ഇങ്ങനെയുള്ള ഡ്രഗ്സ്. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് അതുകൂടെ അറിയണല്ലോ. ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സിന് സൈഡ് ഇഫക്ട്സ് കൂടുതലാണ്. നോട്ട് ദാറ്റ് പോയിന്റ്. സൈഡ് ഇഫക്ട്സ് ആർ മോർ ഇൻ കേസ് ഓഫ് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്. എന്താണ് സൈഡ് ഇഫക്റ്റ്? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്, ഷോർട്ട് ഫോമിൽ EPS എന്നും കൂടെ പറയൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എടുത്ത് കഴിയുമ്പോൾ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് വരാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ്. എന്നാൽ എറ്റിപ്പിക്കൽ സെക്കൻഡ് ജനറേഷനിലുള്ള എറ്റിപ്പിക്കൽ ആണെങ്കിൽ ആ ഒരു സൈഡ് ഇഫക്റ്റ് കുറവായിരിക്കും. അപ്പം പലർക്കും ഡൗട്ട് തോന്നുന്നുണ്ടായിരിക്കും, എന്താണ് ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്? അതില് 5 കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് എക്കതീഷ്യ, അക്യൂട്ട് ഡിസ്റ്റോണിയ, പാർക്കിൻസോണിസം, ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം, ടാർഡീവ് ഡിസ്കൈനേഷ്യ. ഇങ്ങനെ കേൾക്കുമ്പോൾ മൊത്തം കൺഫ്യൂസ്ഡ് ആവും അല്ലെ, എന്താണ് ഇതിന്റെയൊക്കെ മീനിങ് എന്നുള്ളത്. അതുകൂടി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റം ആയിട്ട് നമ്മൾ കണ്ടത് എക്കതീഷ്യ. എക്കതീഷ്യയുടെ മീനിങ് ഇൻഎബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ, അതായത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. There is a constant urge to move. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സ്ട്രീമിറ്റീസ് മൂവ് ചെയ്യുന്നു, നടക്കുന്നു, കാലാട്ടുന്നു, അങ്ങനെ എപ്പോഴും ഒരു സ്റ്റില്ലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ട് വരുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്കിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഒരു റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക. ഓക്കെ, ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സിനാണ് ഈ എക്കതീഷ്യ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ കണ്ടത് അക്യൂട്ട് ഡിസ്റ്റോണിയ. ഓക്കെ, അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻ. ഓക്കെ, മസിൽ കോൺട്രാക്ഷൻ എന്താണെന്ന് അറിയാം. ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻ. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന മസിൽ കോൺട്രാക്ഷൻ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്ന കോൺട്രാക്ഷൻസ് അല്ല, ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ. അപ്പൊ ഈ ഒരു മസിൽ കോൺട്രാക്ഷൻ ഒരുപക്ഷെ ഫേസിലെ മസിൽസിലായിരിക്കാം, നെക്കിലാകാം, അബ്ഡോമിനിലാകാം, ആൻഡ് എക്സ്ട്രീമിറ്റീസിലാകാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ പല മസിൽസും ഇൻവോളണ്ടറി ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു അബ്നോർമൽ പോസ്ചർ ഒക്കെ ആയിട്ട് വരുന്നു. ഇതിനാണ് അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുന്നത്. ഈ അക്യൂട്ട് ഡിസ്റ്റോണിയയുടെ ഒക്കെ മാനേജ്മെന്റിനായിട്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ആന്റി കോളിനർജിക് ഡ്രഗ്സും ബെൻസോഡൈസപ്പിൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതും മനസ്സിലായി. മൂന്നാമത്തേതായിരുന്നു പാർക്കിൻസോണിസം.
ഈ പാർക്കിൻസൺസ് ഡിസീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഡോപ്പമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് പാർക്കിൻസോണിസം എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ആന്റിസൈക്കോട്ടിക്സ് എടുക്കുമ്പോൾ ഇവിടെയും ഡോപ്പമിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് അല്ലെ, ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോപ്പമിൻ കുറയുമ്പോൾ പാർക്കിൻസൺസ് ഡിസീസിൽ കാണുന്ന പോലത്തെ സിമിലർ സിംറ്റംസ് ഇവിടെയും സംഭവിക്കാം. അപ്പൊ നമ്മൾ ഇതിനെ സ്യൂഡോ പാർക്കിൻസോണിസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ പാർക്കിൻസൺസ് ഡിസീസിലെ സിമിലർ സിംറ്റംസ് ഈ ഒരു പേഷ്യന്റിനും വരാം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എടുത്തിട്ട് ഡോപ്പമിന്റെ ഒരു ലെവൽ കുറഞ്ഞപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സിംറ്റംസ് ഇവിടെ കാണിക്കുന്നു. അപ്പൊ സിംറ്റംസ് എന്തൊക്കെയാണ്? പാർക്കിൻസൺസ് ഡിസീസിൽ കാണുന്ന സെയിം സിംറ്റംസ് ലൈക്ക് ട്രെമേഴ്സ്, പിൽറോണിക് ട്രെമർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിനൊക്കെ. പിൽറോണിക് ട്രെമർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നും, ലൈക്ക് സംതിങ് ഈസ് റോളിംഗ് ഇൻ ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. അതാണ് പിൽ റോളിംഗ് ട്രെമർ. ഓക്കെ, അതൊക്കെ ഇവർ അറിയാതെ തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഈ ഒരു ട്രെമേഴ്സ്. ദെൻ ബ്രാഡിക്കൈനേഷ്യ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് മൂവ്മെന്റ്, സ്ലോ മൂവ്മെന്റ്. ഇവർ നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ സ്ലോലിയേ നടക്കാൻ പറ്റുള്ളൂ, കാലുകളൊക്കെ ഡ്രാഗ് ചെയ്ത് നടക്കുന്നത് പോലെ. ദെൻ റിജിഡ് മസിൽസ് റിജിഡ് ആകുന്നുണ്ട്. ഇംപെയർഡ് പോസ്ചർ ആൻഡ് ബാലൻസ്, ഒരു സ്റ്റൂപ്ഡ് പോസ്ചർ ആയിരിക്കും അല്ലെ, പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ. ദെൻ ലോസ് ഓഫ് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ലൈക്ക് ബ്ലിങ്കിങ്, സ്മൈലിങ്, ആം സ്വിങ്ങിങ്. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ നടക്കുമ്പോൾ കൈവീശി നടക്കുന്നു, ആം സ്വിങ്ങിങ്, സ്മൈലിങ്, ബ്ലിങ്കിങ്, ഇതൊക്കെ ഇവരിൽ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പാർക്കിൻസോണിസത്തിൽ കാണുന്ന സൈൻസ്. ഓക്കെ, ദെൻ നാലാമത്തെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റം ആയിരുന്നു ടാർഡീവ് ഡിസ്കൈനേഷ്യ. ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ്. നേരത്തെ നമ്മൾ ഡിസ്റ്റോണിയ പറഞ്ഞായിരുന്നു, അത് ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻ ആണ്. ഇതോ ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചില മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ തന്നെ ഈ ഒരു ഡ്രഗിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് സംഭവിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, പിക്ചറിലേക്ക് നോക്കുക. ടങ് പ്രൊട്രൂഷൻ, ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റ് നാക്ക് പുറത്തേക്ക് ഇടുന്നു, സ്റ്റിക്കിംഗ് ടങ് ഔട്ട്, പ്രൊട്രൂഷൻ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നതാണ്. ലിപ് സ്മാക്കിംഗ് ചെയ്യുന്നു. ആൻഡ് മൗത്ത് പക്കറിങ്, ഫേഷ്യൽ ഗ്രിമേസിങ്, എക്സസീവ് ഐ ബ്ലിങ്കിങ്, വളരെ പെട്ടെന്ന് ഐ ബ്ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചില മൂവ്മെന്റ്സ് ഇവർ അറിയാതെ തന്നെ ഇവരിലെ ബോഡിയിൽ ഇങ്ങനത്തെ ചില മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു. അതിന് ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ന്യൂറോലെപ്റ്റിക് മലിഗ്നന്റ് സിൻഡ്രം. ഓക്കെ, ന്യൂറോലെപ്റ്റിക് മലിഗ്നന്റ് സിൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു സൈഡ് ഇഫക്റ്റ് വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ത്രെറ്റനിങ് ആണ്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങള് 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സിവിയർ മസിൽ റിജിഡിറ്റി. ഓക്കെ, മസിൽസ് ഭയങ്കരമായിട്ട് റിജിഡ് ആകുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു? ഫീവർ ഉണ്ടാകുന്നു, ഹൈപ്പർ തെർമിയ, ടെമ്പറേച്ചർ മോർ ദാൻ 38 ഡിഗ്രി സെൽഷ്യസ്, ഫീവർ ഉണ്ടാകുന്നു. ദെൻ ഓട്ടോനോമിക് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ഓട്ടോനോമിയ. ഈ ഓട്ടോനോമിക് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ഓട്ടോനോമി എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോനോമിക് നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡിസോർഡർ ആണ്. ഈ ഓട്ടോനോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചില ഫങ്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ, നമ്മുടെ ടെമ്പറേച്ചർ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. സ്വെറ്റിങ്, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോനോമിക് നെർവസ് സിസ്റ്റം. അതിന് വരുന്ന ഡിസോർഡർ ആണ് ഓട്ടോനോമിക് ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ഓട്ടോനോമിയ. അപ്പൊ ഈ ഒരു ഡിസോർഡർ ഉണ്ടായി കഴിയുമ്പോൾ, ഈ ഒരു ഓട്ടോനോമിക് നെർവസ് സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല വൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷൻസിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലെ ചേഞ്ചസ്. അപ്പൊ ഈ ഒരു ഇത്രയും 4 സയൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം. ഇറ്റ് ഇസ് വെരി റയർ ബട്ട് ഇറ്റ് ഇസ് വെരി സീരിയസ്. അപ്പം ഇതൊക്കെയാണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. ഓക്കെ, എക്കതീഷ്യ, അക്യൂട്ട് ഡിസ്റ്റോണിയ, പാർക്കിൻസോണിസം, ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം, ടാർഡീവ് ഡിസ്കൈനേഷ്യ, എല്ലാം മനസ്സിലായല്ലോ അല്ലെ? എക്കതീഷ്യ റെസ്റ്റ്ലെസ്നെസ് ആണ്. അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് എന്താണ്?
ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻ, പാർക്കിൻസോണിസം മനസ്സിലായല്ലോ, പാർക്കിൻസൺസ് ഡിസീസിലെ പോലത്തെ സിമിലർ സിംറ്റംസ്, ആ ഒരു മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ദ ന്യൂറോലെപ്റ്റിക് മലിഗ്നന്റ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ റെയർ ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ടാർഡീവ് ഡിസ്കൈനേഷ്യ എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എടുക്കുന്നത് മൂലം. Now let's come back to the question. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹാലോപെരിഡോൾ എടുക്കുന്നു ആൻഡ് വാട്ട് ആർ ദി സൈൻസ്? എന്തൊക്കെയാണ്? സൈഡ് ഇഫക്ട്സ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റൂപ്ഡ് പോസ്ചർ, ഷഫ്ലിംഗ് ഗേറ്റ്, പിൽ റോളിംഗ് ട്രെമേഴ്സ്. അപ്പൊ തന്നെ മനസ്സിലായി എന്താണെന്നുള്ളത്. ദ കണ്ടീഷൻ ഈസ് സ്യൂഡോ പാർക്കിൻസോണിസം. സ്യൂഡോ പാർക്കിൻസോണിസം. അപ്പൊ അത് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ആൻഡ് ടിപ്പിക്കൽ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്, ഇത്രയും കാര്യങ്ങൾ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് ആന്റിസൈക്കോട്ടിക്സും അതിന്റെ സൈഡ് ഇഫക്റ്റും ആണ്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് റീഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം കമൻറ്റ് ബോക്സിലൂടെ. പിന്നെ ഈ ഒരു എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിനെ ബേസ് ചെയ്ത് ഏതാനും ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് സെൽഫായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞങ്ങളുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് പല ബാച്ചസ് ഉണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സീ യു സൂൺ. താങ്ക് യു.